ബാക്ക് ടു സോട്ടോക്സ്. അപ്പൊ ഇന്ന് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോറം മാളിലോട്ട് പോവാണ്. വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഫോറം മാളിലോട്ടുള്ളൂ. അപ്പൊ അവിടെ പോയിട്ട് മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവിടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 50%ഓളം ഓഫേഴ്സ് ഉണ്ട് ഒരു 100+ ബ്രാൻഡ്സിന്. അപ്പൊ അതിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർസിംഗ് കഴിഞ്ഞ സീസണിലെ ഗോകുലിന്റെ ലൈവ് പെർഫോമൻസ് ഫുഡ് കോർട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് എപ്പിസോഡും കഴിഞ്ഞ സീസണിൽ കണ്ടാണ്. അപ്പൊ അതിൽ അയാൾ നേരിട്ട് കാണാന്നുള്ളതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ട് കുറച്ച് പിന്നെ എന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അവളെ കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മൾ വണ്ടി എടുത്ത പോകുന്നത്. അപ്പൊ എന്തൊക്കെയുള്ളതെന്ന് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സോട്ടോക്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. വേറെ ഒന്നുമില്ല, ഒരു സിമ്പിൾ ടോപ്പ് ആൻഡ് ഒരു ജീൻസ് ആണ്. പിന്നെ വാച്ച് ഇടാനുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്കിനി അധികം ലേറ്റ് ആവാണ്ട് നമുക്ക് അവളെ പിക്ക് ചെയ്തിട്ട് ഫോർമലിലോട്ട് പോകാം. സോ നമ്മൾ വരുമ്പോൾ തന്നെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. നല്ല കിഡിലം സെയിലാണ്, കട്ട സെയിൽ എന്നൊക്കെയാണ് അതിൻ്റെ പേര് പറയുന്നത്. എന്തായാലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സെയിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ക്രീം വാങ്ങാനുണ്ടായതുകൊണ്ട് ബാത്ത് ആൻഡ് ബോഡിയിലും ബോഡി ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഒരു ക്രീം എടുത്തു. നമുക്ക് 2000 റുപ്പീസ് വരുന്ന ഒരു ക്രീം നമുക്ക് അറൗണ്ട് 600 റുപ്പീസിനൊക്കെ വന്നു. പിന്നെ കുറേയൊക്കെ ബൈ 2 get 1 ലൈക്ക് 50%, 70% ഓഫ് അങ്ങനത്തെ സെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ബാത്ത് ആൻഡ് ബോഡി വാങ്ങുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഡീലിൽ കിട്ടുന്ന സമയത്ത് അതിനുള്ള വേർത്താണ് ആ പ്രൊഡക്ട്സ്. അല്ലാതെ ഒരു 2000+ ഒക്കെ കൊടുത്ത് വാങ്ങേണ്ടതിന് വേർത്താണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഫൈനലി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ മേലെയാണ് പോയത്. ഫുഡ് കോർട്ടിലായിരുന്നു ഈ പരിപാടി നടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ആളാണ് ഗോകുല്. അപ്പോൾ ഗോകുലിനെ നേരിട്ട് കാണാനും ആ പാട്ട് കേൾക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫൈനലി ആൾ വന്നു. കുറച്ച് പാട്ട് കേട്ടോക്കാം നമുക്ക്. ഫൈനലി നമ്മൾ അത്ര അടിപൊളി പാട്ടൊക്കെ കേട്ടു. നല്ല രസമായിരുന്നു. നമ്മൾ ലൈക്ക് ടി വിയിൽ കാണുമ്പോൾ വിചാരിക്കും അങ്ങനെയൊന്നും ആയിരിക്കില്ല, കുറേ എഫക്റ്റൊക്കെ കയറ്റിയിരിക്കുന്നു. പക്ഷേ ഇത് ലൈവായി കേട്ടപ്പോൾ ഭയങ്കര മെൽറ്റിങ് സൂത്തിങ് വോയിസ് ആയിരുന്നു ഗോകുലിൻ്റെ. ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല നല്ല കോണ്ടൻറ്റ് ആയിട്ട് വരുന്നേക്കാം.